There are 25 prime numbers below 100. അത് നിങ്ങൾക്കറിയാം. 100ന്റെ താഴെ 25 പ്രൈം നമ്പർ ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. 100ൽ താഴെ 25 പ്രൈം നമ്പർ ആണുള്ളതെന്ന് അറിയാം. ആ പ്രൈം നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഏതൊക്കെയാണ്? There are 25 prime numbers below 100. ചോദ്യം ഇതാണ്: what is the digit in the ones place of the product of these 25 prime numbers? ഈ 25 പ്രൈം നമ്പറിന്റെയും നമ്മൾ ഗുണിക്കാൻ തീരുമാനിച്ചു. 2, 3 ഇങ്ങനെ പോയിട്ട് 97 വരെയുള്ള പ്രൈം നമ്പർ ഒന്നിച്ച് ഗുണിക്കാൻ തീരുമാനിച്ചു. പ്രൊഡക്റ്റ് കാണാൻ തീരുമാനിച്ചു. എങ്കിൽ ആ വലിയ പ്രൊഡക്റ്റിന്റെ ഒന്നാം സ്ഥാനത്ത്, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 2 ആയിരിക്കുമോ, 0 ആയിരിക്കുമോ, 1 ആയിരിക്കുമോ, 3 ആയിരിക്കുമോ? എന്താ നിങ്ങളുടെ മറുപടി? 0. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? എന്താണ്? എന്താണ് നിങ്ങളുടെ മറുപടി? മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? 3 പറയുന്നുണ്ട് സർ. ശരി, അത് 0 ആയിരിക്കും ഉത്തരം. അതെന്തുകൊണ്ടാണ് 0 വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇവിടെ 2 എന്തായാലും പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, പിന്നെ 5 പ്രൈം നമ്പർ ആണ്, പിന്നെ അടുത്തത് 7 പ്രൈം നമ്പർ ആണ്, പിന്നെ 11 പ്രൈം നമ്പർ ആണ്. ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഇവിടെ ഒരു 0 നടക്കുന്ന ഗുണനം വരുന്നുണ്ട്. അതാര് തമ്മിലാണ്? രണ്ടും 5. 2 into 5 അത് നിങ്ങൾക്കറിയാം 10 ആണ്. അപ്പം ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചാൽ അവസാനം നിങ്ങൾക്ക് 0 വരുന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ ഇവിടെ 0 ഉൾപ്പെടുന്ന, അതായത് 0 അവസാനം വരുന്ന 10 ഈ ഒരു ക്രിയയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ അക്കം 0 ആണെന്ന് പറയാൻ കാരണം. അപ്പൊ നിങ്ങൾക്കറിയാം 2നെ 3 കൊണ്ട് ഗുണിച്ചു 6 കിട്ടി, 6നെ പിന്നെ 5 കൊണ്ട് ഗുണിച്ചു 6 5 30 കിട്ടി, 30നെ പിന്നെ 7 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 210 എന്ന് വരുമ്പോൾ അവസാനം വരുന്നത് 0 ആണ്. ഇത് ഈ 97 വരെ ഗുണിച്ചാലും അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ അവസാനത്തെ അക്കം ഏത്? എവിടെ 2ഉം 5ഉം കയറി വരുന്നുവോ അവിടെയാണ് 0 വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. 5890നെ സ്ക്വയർ ചെയ്യാൻ പറയുന്നു. പക്ഷെ നിങ്ങളിപ്പോ സ്ക്വയർ ചെയ്യൊന്നും വേണ്ട. എന്നാൽ 5890നെ 5890 കൊണ്ട് ഗുണിക്കാൻ പറയുന്നു. പക്ഷെ ഗുണിക്കണ്ട. അതിൽ നിന്ന് 5889 സ്ക്വയർ മൈനസ് ചെയ്താൽ എത്രയാണ്? സാർ അത് രണ്ടും കൂടി കൂട്ടുക. എന്നിട്ട് അതായിരിക്കാൻ അത് ഹാഫ് ആക്കുക. ആരാണ് ആൻസർ പറയുന്ന കുട്ടിയുടെ പേരെന്താ? ലസിൻ. ലസിൻ. ഏത് സ്കൂളാ? കോക്കല്ലൂര്. കോക്കല്ലൂർ. ഈ 5890 5889 തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നിന്റെ വ്യത്യാസം. ഒന്നിന്റെ വ്യത്യാസം. അപ്പോൾ ഒന്നിന്റെ വ്യത്യാസമാ ഉള്ളൂ. നമ്മൾ നോക്കാം, 3ന്റെ സ്ക്വയറിൽ നിന്ന് 2ന്റെ സ്ക്വയർ കുറച്ചാൽ അത് 3ഉം 2ഉം കൂടി കൂട്ടിയതിന് തുല്യമാണ് 5. 3ന്റെ സ്ക്വയർ 9 ആണെന്ന് നിങ്ങൾക്കറിയാം.
2ന്റെ സ്ക്വയർ 4 ആണെന്ന് നിങ്ങൾക്കറിയാം. 9 4 കുറയ്ക്കാൻ നിങ്ങൾ പോകണ്ട, പകരം ഈ തന്നിരിക്കുന്ന 3 2 കൂടി കൂട്ടിയാൽ മതി. അതേ രീതിയിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുക. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ നമ്പറിന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അടുത്തടുത്ത 2 വർഗസംഖ്യകളുടെ വ്യത്യാസം ആ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന സത്യം. എത്രയാണ് 5890-ഉം 5889 കൂടി കൂട്ടിയാൽ കിട്ടുക? 11,774. 11,774 അപ്പൊ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെയും വരാം. ചോദ്യത്തിന്റെ നീളം കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 79 ഓക്കെ ഓക്കെ 79 ശരി. ഇത്തരം ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ കാണുമ്പോൾ ചില ചോദ്യങ്ങൾ പ്രയാസം തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ കാര്യം ഇതാണ്: 2 അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം കാണാൻ പറഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിയാൽ മതി. ഇപ്പൊ ഒരു നീളത്തിലെ ചോദ്യം വന്നു. 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എത്ര? ഈ ചോദ്യം വന്നാലും എനിക്ക് നിങ്ങളോടുള്ള മറുപടി ഇത്ര മാത്രം: 10ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ കുറയ്ക്കുമ്പോൾ 10ഉം 9ഉം കൂട്ടിയതിന് തുല്യമാണ്. അത് 19 ഇപ്പൊ എഴുതണ്ട, 19 എന്ന് എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് 8ന്റെ സ്ക്വയറിൽ നിന്ന് 7ന്റെ സ്ക്വയർ കുറയ്ക്കുമ്പോൾ 8 + 7 ആണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 6 + 5 പ്ലസ് ഇവിടെ 4ന്റെ കുറവുണ്ടായില്ലേ? അപ്പൊ 4 അങ്ങനല്ലേ വരുന്നത്. 4 + 3 പിന്നെ 2 + 1. എന്താ ഇതിന്റെ അർത്ഥം? 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്ര എന്നാണ്? തിരിച്ചിങ്ങോട്ട് വായിച്ചു നോക്കിയാൽ മതി. 1 മുതൽ 10 വരെ കൂട്ടിയാൽ 10 × 11/2 110ന്റെ പകുതിയായ 55 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ ഇത് പല പരീക്ഷയ്ക്കും വരാറുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന NMMSCയുടെ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാ, ശ്രദ്ധിച്ചോളൂ. 3581ന്റെ സ്ക്വയർ. What is the remainder when 3581 square is divided by 8? 3581ന്റെ സ്ക്വയറിൽ നിന്ന് സ്ക്വയർ കണ്ടിട്ട് 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കണ്ടുപിടിക്കും. ഓപ്ഷൻ വേണോ? വേണമെങ്കിൽ വേണമെന്നറിയാം, ഇല്ലെങ്കിൽ മാണെന്നാണ് വേണമെന്നാണ്. എന്താണ് ശരി? മാണെന്നാണ് വേണമെന്നാണ്? ഏതാണ് ശരി? ഏതാണ് മക്കളെ ശരി? എന്നാ ഓപ്ഷൻ തരാം, എഴുതിക്കോ. 1 2 3 4. ഒന്ന് എങ്ങനെ കിട്ടി? ചെറിയ ചെറിയ നമ്പറിന്റെ സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓഡ് നമ്പറിനെ ഏത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ് മനസ്സിലായില്ല? 3ന്റെ സ്ക്വയറിൽ നിന്ന് 8 ഡിവൈഡ് ചെയ്തു. 3ന്റെ സ്ക്വയറിൽ നിന്ന് 8 ഡിവൈഡ് ചെയ്തു. ഇതാരാണ് മറുപടി പറയുന്ന കുട്ടിയുടെ പേരെന്താണ്? ഋതുദേവ്.
ഋതുദേവ് ഏത് സ്കൂളാ? GHS പടപ്പള്ളി ബോയ്സ്. ആ 3ന്റെ സ്ക്വയർ 9 ആണ്. 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സിസ്റ്റം തന്നെയായിരിക്കും ഇത് കിട്ടുമെന്നാ പറയുന്നത്. ഓഡ് നമ്പറിന്റെ സ്ക്വയറിന് 8 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1 വരും. അപ്പൊ ഈ 581 എന്താ പരിഗണിക്കാത്തത്? അപ്പൊ ഇവിടെ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സ്ക്വയറിന്റെ 8 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1 വരുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ശരി. ഇവിടെ 81 എന്നല്ലേ അവസാനം കാണുന്നത്? നമ്മൾ 81നെ 81 കൊണ്ട് ഗുണിച്ചിട്ട് ഈ 8 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? ഞാനൊരു കാര്യം ചെയ്യാം. 81നെ 81 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ഞാൻ ഇവിടെ എഴുതാം. 6561. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെ ഞാൻ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 70 ഹരണഫലവും 1 ശിഷ്ടവും കിട്ടും. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം ഇതാണ്. ഈ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇത്തരം ചോദ്യത്തിന് ഇപ്പൊ നേരത്തെ ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഇവിടെ 3581നെ 3ന്റെ സ്ക്വയർ എടുത്തിട്ടുകൊണ്ട് ഹരിച്ചാൽ മതി എന്നുള്ള എളുപ്പമാർഗമാണ് അത് കണ്ടുപിടിച്ചത്. ഇനി എന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇതൊന്നും അറിയാതെ ആ കുട്ടി 3581നെ 3581 കൊണ്ട് ഗുണിച്ചു, പിന്നെ 8 കൊണ്ടങ്ങ് ഹരിക്കാൻ തീരുമാനിച്ചാൽ അത് എത്ര സമയം എടുക്കും? നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഉത്തരം കൊടുക്കേണ്ടതാണ്. ഈ 3581നെ 3551 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലം 1, 2, 8, 2, 3, 5, 6, 1. അതിനെ 8 കൊണ്ട് ഹരിക്കാനാണ് ഇവർ ആവശ്യപ്പെട്ടത്. അവിടെ റിമൈൻഡർ 1 എന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 81 എന്ന ഈ അവസാനത്തെ നമ്പറും 81 തമ്മിൽ ഗുണിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എത്രയായിരുന്നു? 6561. 6561. ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേകത നോക്കൂ. ഇവിടെ 561, ഇവിടെയും 561 വരുന്നത്. അപ്പൊ നമ്മൾ 561നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഇത് കിട്ടുക എന്ന്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്ന് തിരിച്ചറിയുക. ഇനി വേറൊരു ചോദ്യം. ഞാൻ അധികം ചോദ്യം തരുന്നില്ല. എനിക്ക് ഇന്ന് കുറച്ച് ദൂരെയാണ് ക്ലാസ് ഉള്ളത്. അതുകൊണ്ടാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് കളിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 2023 സാറ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ USSന്റെ കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ USSന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് അങ്ങനെയാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുക. അതില് സാറ്റ് എളുപ്പമാകണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ ചർച്ച ചെയ്ത് പഠിക്കുകയും വേണം. ഏതൊക്കെയാണോ കിട്ടാത്തത് അത് നിങ്ങൾക്ക് കിട്ടുകയും വേണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം NMMS കുട്ടികൾ തിരിച്ചറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഡിസംബർ മാസമാണ് സാധാരണഗതിയിൽ NMMSയുടെ പരീക്ഷ നടക്കാറ്. പരീക്ഷയ്ക്ക് ഡിസംബർ വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് നിർദ്ദേശവും കൊടുക്കാറ്. പക്ഷെ പരീക്ഷ നടക്കുന്നത് നവംബർ 16-നാണ്. ഒരു മാസം മുൻപോട്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഡിസംബർ വരെയുള്ള പാഠഭാഗങ്ങൾ സ്കൂളിൽ വരുന്നത് കാത്തിരുന്നാൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ചോദ്യങ്ങൾ വരും. അപ്പൊ ഫസ്റ്റ് വോളിയത്തിലെയും സെക്കൻഡ് വോളിയത്തിലെയും പാഠഭാഗങ്ങൾ ഏതൊക്കെ വരുന്നുണ്ടോ, 8ാം ക്ലാസ്സിൽ വരുന്ന ഫസ്റ്റ് വോളിയത്തിലെ ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറയാമോ മുഹമ്മദ് റഷാൻ? മാത്സ് ആണോ? ആ, ഈക്വൽ ട്രയാങ്കിൾസ്, ഇക്വേഷൻസ്, പോളിഗൺസ്. എന്തൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയൂ. ഈക്വൽ ട്രയാങ്കിൾസ്, ഇക്വേഷൻസ്, പോളിഗൺസ്. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ സ്കൂളില്?
Yes. Yes, sir. അതിനുശേഷം വരുന്ന സെക്കൻഡ് വോളിയം പുസ്തകം കിട്ടിയോ? ഇല്ല സാർ. No. ഇല്ല സാർ. അപ്പൊ അതിപ്പോ അടുത്ത് കിട്ടും. ആ സെക്കൻഡ് വോളിയം പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കൂടി നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അതിൽ വരുന്ന ചോദ്യങ്ങൾ വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ചോദ്യം ഒന്ന് വായിച്ച മുഹമ്മദ് ഹസൻ. In a calendar square of 4 numbers is marked. If the sum of ഇങ്ങനെ നിർത്തി വായിച്ചു. ഞാനൊരു കോമ തരാം. ഇൻ എ കാലണ്ടർ a square of 4 numbers is marked. If the sum of the numbers is 56. മലയാളം മീഡിയക്കാരെല്ലാം വിശദീകരിക്കട്ടോ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ചിത്രം വരയ്ക്കാം. ഒരു കലണ്ടറിൽ 4 അടുത്തടുത്ത കള്ളികളിലെ സംഖ്യകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പോലും. ഏതാന്ന് അവർ പറയുന്നില്ല. കലണ്ടറിൽ അടുത്തടുത്ത 4 കള്ളിയിലെ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയപ്പോൾ 56 ആണ് കിട്ടിയത്. 56 എങ്കിൽ നിങ്ങളുള്ള ചോദ്യം ഈ വലിയത് ഏതായിരിക്കും? ടൈപ്പ് ചെയ്യാം. ചോദ്യം വ്യക്തമല്ലേ മുഹമ്മദ് റഷാൻ? ഞാൻ പറഞ്ഞ ചോദ്യം വ്യക്തമല്ലേ? yes sir. യെസ്, ചോദ്യം വ്യക്തമാണ്. സാർ 18 വന്നിട്ടുണ്ട്. 18 വന്നിട്ടുണ്ട്, അത് ശരിയാണ്. ആ 18 കിട്ടിയ കുട്ടിയുടെ പേരെന്ന് പറയാമോ? പേര് പറയുന്നില്ല. 18 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാമോ കുട്ടികൾക്ക്? സർ. ആ പറഞ്ഞോളൂ സാർ. ആ അതായത് 56 16 മൈനസ് ചെയ്തു. 56 16 മൈനസ് ചെയ്തു. ഈ 16 എവിടെ കിട്ടി? 16 സംഖ്യകൾ വരുമ്പോ x+1 x+7 x+8 അല്ലേ വരിക? ആയിക്കോട്ടെ. 8 7 1 കൂടി കൂട്ടി 16. അപ്പൊ 40 കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാലോ 40 4 ഹരിച്ച്. പിന്നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ 10 അല്ലേ കിട്ടുക? അപ്പം ചെറിയ അക്ഷരം കിട്ടി. ചെറുത് 10 കിട്ടില്ലേ? ആ മോളെ പേരെന്താ? മോളാണോ മോനാണോ? മോയെ. ഏത് സ്കൂളാ? ഓക്കല്ലൂർ സ്കൂള്. എന്താ പേര്? അഭിജിത്ത് കൃഷ്ണ. ഞാൻ വേറൊരു വിദ്യ പറഞ്ഞുതരാം. 56 നമുക്ക് 4 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അതെത്ര കിട്ടും? ആരും മിണ്ടുന്നില്ലേ? 56 4 ഹരിച്ചൂടാ? 14. ഏ 14 കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഈ തുകയെ 4 കൊണ്ട് ഹരിച്ചു. 4 കള്ളിയാണല്ലേ ഉള്ളു, 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ 14 കിട്ടും. 14 വീണ്ടും 4 കുറച്ച് എളിയ. അപ്പൊ എത്ര കിട്ടും? 10. ഒരു കലണ്ടറില് ഏതെങ്കിലും ഒരു നമ്പർ അറിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു പ്രശ്നമില്ല. ഇന്ന് 10 ആണെങ്കിൽ അപ്പൊ ചെറുതാണെങ്കിൽ കിട്ടുക ആദ്യം. ചെറുത് 10 കിട്ടി. ഇന്ന് 10 ആണെങ്കിൽ നാളെ 11. ഇന്ന് 10 ആണെങ്കിൽ അടുത്ത ആഴ്ച 17. തൊട്ടടുത്ത ദിവസം 18. വേറൊരു ചോദ്യം ഇതേപോലെ ഞാൻ തരികയാണ്. ഒരു കലണ്ടറിൽ ഇങ്ങനെ എല്ലാ കള്ളികളും ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത്
28 വിചാരിക്കുക. എങ്കിൽ എല്ലാ കള്ളികളുടെയും ഉത്തരം എത്ര? 28 എന്താ ചെയ്യേണ്ടത്? 28 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ഹരിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ 4 വരും. 7 കിട്ടി. 7ന്ന് 4 കുറച്ചാൽ കിട്ടുന്ന 3 ആയിരിക്കും ചെറിയവൻ. തൊട്ടടുത്ത് 4 വരും, ഇവിടെ 10 വരും, ഇവിടെ 11 വരും. ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് 28 കിട്ടുകയും ചെയ്യും. അപ്പം ഇത്തരം ചോദ്യങ്ങൾ 4 കള്ളിയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്രാവശ്യം ചോദിക്കുക 9 കള്ളിയാണെങ്കിലോ അത് വേറെ ട്രിക്കാണ്. ഒരു കലണ്ടറില് 9 കള്ളികളുള്ള അടുത്തടുത്ത് 9 സംഖ്യകൾ ഇങ്ങനെ എഴുതാൻ പറ്റും. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ആരോ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയിലൊന്ന് പേരൊന്ന് പറഞ്ഞു കൊടുത്താലേ കുട്ടിക്ക് ഓർമ്മ വരും. മുഹമ്മദ് റഷാദ് മൈക്ക് അവിടെ ഓൺ ചെയ്ത് വെച്ച കുട്ടീനെ ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റും. വേണ്ടാണ്ട് ഓൺ ചെയ്ത് വെക്കല്ല. അപ്പൊ ഇവിടെ 9 കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 99 തരും. ഇത് എല്ലാ കള്ളിയുടെയും സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയോ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 11 കിട്ടും. ആ 11 ഞാൻ എവിടെ എഴുതണം? നടുവത്തെ കള്ളിയില്. നടുവിലായിരിക്കും. അത് ആവറേജ് ആണ്. നടുവില് 11 എഴുതിയാൽ തൊട്ടിപ്പുറം 10 ഉണ്ടാവും, തൊട്ടപ്പുറം 12 ഉണ്ടാവും. അപ്പൊ ഇവിടെ ആരുണ്ടാവും? 3 3 4 5 ഇവിടെ ആരുണ്ടാവും? 18 19. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 99. 99. കലണ്ടറില് ഇങ്ങനെയൊക്കെ ചോദ്യം വരും. ടുഡേ ഈസ്, ഇന്ന് സൺഡേ ആണ് നമുക്ക് പറയാം. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യാം. ചോദ്യം ഇങ്ങനെയാ വരുന്നത്, ടുഡേ ഈസ് വെനസ്ഡേ. അപ്പം അവര് തരുന്ന ചോദ്യത്തിന് ഇങ്ങനെയാണുള്ളത്, ഇന്ന് വെനസ്ഡേ ആണ് എന്ന് പറയും. ഇന്ന് ബുധനാഴ്ച. ടുഡേ ഈസ് വെനസ്ഡേ എന്ന് പറഞ്ഞു. ആഫ്റ്റർ 81 ഡേയ്സ്, 81 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ദിവസമായിരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. സാധാരണഗതിയിൽ മുഹമ്മദ് റഷാനെ ഒരു ഓപ്ഷൻ തരുമ്പോൾ എത്ര എണ്ണം തരും? 4. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 7 ഓപ്ഷൻ തരാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ഓപ്ഷനാണ് ഞാൻ തരുന്നത്. ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ 81 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏത്? അതായത് നിങ്ങൾ ഇത്ര ചോദ്യം വന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജില് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നിങ്ങനെ എഴുതുക. ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഈ ദിവസം ആരംഭിക്കുന്നത് ഈ രീതിയിലാണ് കാണിക്കേണ്ടത്. സൺഡേ ടു സാറ്റർഡേ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ എപ്പോഴും ഇങ്ങനെയാണ് എഴുതി വെക്കുക. എന്നിട്ട് ടുഡേ ഈസ് വെനസ്ഡേ, ഇന്ന് വെനസ്ഡേ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ 0 എന്ന് ഇട്ടേക്കുക. എന്നിട്ട് തൊട്ട് താഴെ 1, 2, 3, പിന്നെ മേലോട്ട് കയറിക്കോട്ടെ 4, 5, 6. ആഴ്ചയിൽ 7 ദിവസമായിരുന്നു. പക്ഷെ ഇതെന്താണോ 6 ആയിപ്പോയത്? ഫസ്റ്റ് വൺ 0 ആണ് എഴുതിയത്. ഏത് ദിവസമാണോ തന്നത് ആ ദിവസത്തിന് നമ്മൾ 0 കൊടുത്തു. എന്നിട്ട് ഈ ക്രമത്തിൽ പോവുക. നമ്മള് ജോലി കഴിഞ്ഞു. എന്താ ജോലി കഴിഞ്ഞത്? ഈ 81 തന്നിട്ടുണ്ട് ചോദ്യത്തില്.
അതിന് ഞങ്ങൾ 7 കൊണ്ടങ്ങ് ഹരിക്കുക. ഡിവൈഡഡ് ബൈ 7. 1 7 7, 1 ബാക്കി 11, വീണ്ടും 1 7 7, 4 റിമൈൻഡർ വരുന്നത്. ഈ 4ന്റെ നേരെ ആരാണുള്ളത്? സൺഡേ. അപ്പൊ ഇതാരെയും പറഞ്ഞിരുന്നോ? സൺഡേ ആരെയും പറഞ്ഞിരുന്നോ? ഓ പറഞ്ഞു. അപ്പൊ ഇവിടെ അപ്പൊ ഇതാണ് ഇതിന്റെ എളുപ്പം. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകാം. ശരി. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്കാണ്. എനിക്ക് അധികം സമയം എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഹോംവർക്ക് തന്നുകൊണ്ടിരുന്നത്. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫ്രാക്ഷൻ അത് സ്ക്വയർ റൂട്ട് കൊണ്ട് എന്താ എന്തോ പറയാൻ നോക്കിയത്? കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്ക് അതേതായിരുന്നു? ആരാ സംസാരിക്കുന്നത്? കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്ക് ഏതായിരുന്നു മോളെ? പറഞ്ഞോളൂ. 1 മിനിറ്റ്. 1 2 3 4 5 6 7 8 9 10 ഈ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 1 മുതൽ 10 വരെ ഗുണിക്കാനാ പറഞ്ഞത്? 1 2 അല്ല, അതുവരെ ആ സംഖ്യകളെ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതായത് 1 2 3 4 5 6 7 8 9 10 ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയല്ലേ ചോദിച്ചത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സാറേ. ഓപ്ഷൻ ഒന്നും വേണ്ട, ഇതിന്റെ LCM കണ്ടാ മതി. എത്രയാണ് ഇതിന്റെ LCM? മുഹമ്മദ് റഷാൻ പോയോ? അവൻ പോയി. ഇതിന്റെ LCM എത്രയാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ, അതിലുണ്ടാവും. 2500, 2520. 2520 എനിക്ക് തോന്നുന്നത്. ആണ് സാർ, ശരി. അതാ 2520. 2500. ഇത് LCM കാണണം. LCM കാണുന്ന കണക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. യെസ്, അടുത്തത്. ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി വേറൊന്നുമില്ലല്ലോ? ഇല്ല. വേറെ അടുത്ത ചോദ്യം വരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഹോംവർക്കാണ്. ഹോംവർക്കിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ ഈ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ വരാനായി അഡ്രസ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം, അവരെ വിളിച്ചിട്ട്. അത് ഞാൻ നോക്കി ചെയ്തോളാം. ഹോംവർക്ക് എന്തായാലും ചെയ്താടെ വെച്ചോളൂ. യെസ്. ഇതില് ഒരു ചോദ്യമുണ്ട്, നല്ല ചോദ്യമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 0.324 into 0.049 divided by 0.0021. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എത്രയാണ്? ലഘൂകരിച്ചാൽ എത്രയാണ് എന്നാണ് ചോദ്യം. സിംപ്ലിഫൈ ചെയ്യുന്നത് ലഘൂകരിക്കുക. അങ്ങനെയാകുമ്പോൾ ഓപ്ഷൻസ് വരുന്നു. 6 പോയോ? 2 1 ഉണ്ടാവും. 6 60 0.6 0.06.